ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം CSK ആണ്, സുനിൽ സാറാണ്. കീം പരീക്ഷയ്ക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു പഠിക്കുകയാണ്. അങ്ങനെ ചെയ്തു പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പീഡ് അപ്പ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ ആൻസറുകൾ കണ്ടെത്താൻ പറ്റും. ഇന്നിതാ കെമിസ്ട്രിയുടെ കഴിഞ്ഞ വർഷത്തെ കീം 2024 ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന്റെ കോൺസെപ്റ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. തുടങ്ങിയല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ, what is the mass of crystalline oxalic acid present in 50 ml of 0.02 normal oxalic acid solution? നേരിട്ട് ചോദിച്ചിരിക്കുന്ന വെയിറ്റ് ഓഫ് ഓക്സാലിക് ആസിഡ് ആണ്. നോർമാലിറ്റി എന്നാണ്. എന്ത് ചെയ്യണം? ജസ്റ്റ് use the equation normality is equal to n is equal to W into 1000 divided by equivalent mass into volume of solution. നേരെ അപ്ലൈ ചെയ്യാം. W into 1000 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് W ആണ്. നോർമാലിറ്റി തന്നിട്ടുണ്ട്. നോർമാലിറ്റി എത്രയാ? 0.02 നോർമൽ 0.02 is equal to W ആണ് കണ്ടുപിടിക്കേണ്ടത്. W into 1000 divided by equivalent mass of oxalic acid. ഓക്സാലിക് ആസിഡ് അതിന്റെ മോളാർ മാസ് വന്നിട്ടുണ്ട്. ഓക്സാലിക് ആസിഡ് എന്താണ്? COH containing 2 molecules of water of hydration. അതിന്റെ മോളാർ മാസ് ആണ് എത്രയാണ് വന്നിട്ടുള്ളത്? 126 എന്ന് പറയുന്നുണ്ട്. മോളാർ മാസ് വന്നിട്ടുണ്ട്. അതിൽ എത്ര റീപ്ലേസബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 2 റീപ്ലേസബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ അതിന്റെ ഇക്വലന്റ് മാസ് എത്രയായിരിക്കും? മോളാർ മാസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റംസ് എത്രയാണ്? 2. Therefore it is equal to 63. ക്ലിയർ ആണല്ലോ? മോളാർ മാസ് ഡിവൈഡഡ് ബൈ HCl ന്റെ കേസിൽ ഒരു റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റം, അപ്പൊ മോളാർ മാസ് ഡിവൈഡഡ് ബൈ 1. സൾഫ്യൂരിക് ആസിഡിന്റെ കേസിൽ 2 റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റം, therefore മോളാർ മാസ് ഡിവൈഡഡ് ബൈ 2. ഓക്സാലിക് ആസിഡിന്റെ കേസിൽ 2 റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റം, therefore 126 divided by 2 is 63. ഇവിടെ 63 കൊടുക്കുക. into volume of solution നടന്നുണ്ട്. volume of solution is equal to 50 ml. Therefore what is W എന്നുള്ളതാണ് ചോദ്യം. W എന്ത് വരും? 0.02 into 63 into 50 divided by 1000 അല്ലേ? This is the same as 2 into 10 raised to minus 2 എന്ന് എഴുതിക്കൂടെ? 10 raised to minus 2 into 63 into 50 അല്ലേ? divided by 1000. 1000 എന്ന് പറയുമ്പോൾ 10 raised to minus 3. അപ്പൊ 10 raised to minus 3 മുകളിൽ പോകുമ്പോൾ എന്ത് വരും? 10 raised to 3 അല്ലേ? divided by 10 raised to 3. 10 raised to 3 ഇവനും വെട്ടിപ്പോയില്ലേ? അതായത് is equal to 10 raised to 2. 10 raised to 2 ഇവൻ പോയി. അപ്പൊ നോക്കിയാൽ 5 into 2 10. 10 into 10 raised to minus 2 into 63 divided by 10 raised to 2 മുകളിൽ പോകുമ്പോൾ 10 raised to minus 2 വരും ഇല്ലേ? ഉറപ്പല്ലേ? 63 into 10 that is equal to 630 into 10 raised to minus 4. 10 raised to minus 4 1 2 3 that is equal to 0.063 gram. ഇതായിരിക്കും ആൻസർ. just to calculation വ്യത്യാസമേ ഉള്ളൂ. നോക്കിയേ, W is equal to 0.063 gram. 0.063 gram ഇതെല്ലാം മില്ലിഗ്രാമിലാണ്. 1 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര മില്ലിഗ്രാമാണ്? 1 gram is equal to 1000 milligram ആണ്. Therefore you just multiply by 1000. 1 2 3 answer is equal to 63 milligram. 63 milligram. Option is A. A is the correct option. ക്ലിയർ ആണല്ലോ? ചിലപ്പോൾ മോളാരിറ്റി ചോദിക്കാം, ചിലപ്പോൾ നോർമാലിറ്റി ചോദിക്കാം, ചിലപ്പോൾ വെയിറ്റ് ചോദിക്കാം. ജസ്റ്റ് അപ്ലൈ ചെയ്യുക ഇക്വേഷൻ. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. The correct electronic configuration of technetium. Technetium atomic number 43 ആണ്. Technetium atomic number is 43. ഇങ്ങനെ ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ അറിയാം? നമ്മൾ നോബിൾ ഗ്യാസിന്റെ അറ്റോമിക് നമ്പർ ഒന്ന് അറിയാട്ടോ. നോബിൾ ഗ്യാസ് അറ്റോമിക് നമ്പർ 2. പിന്നെ എന്താ പീരീഡിൽ 8 എലമെന്റ്സ് വരും. 2 10 പിന്നെയും 8 അല്ലെ? 18. പിന്നെ 18 എലമെന്റ്സ് ഉണ്ട്. 18 36
പിന്നെ തേയിലും 18 എലമെന്റ്സ് വരും. പിന്നെ 54 അല്ലെ, പിന്നെ 18 പിന്നെ 14 എലമെന്റ്സും വരുന്നുണ്ട് അല്ലെ. അപ്പൊ എത്ര വരും? 32 എലമെന്റ്സ് വരും. അപ്പൊ എത്ര വരും? 86 വരും. പിന്നെയും 32 എലമെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ എത്ര വരും? 118 എലമെന്റ്സ് വരും. അപ്പൊ ഇതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്. ഈ എലമെന്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ എന്തെഴുതാൻ പറ്റും? നമുക്ക് എലമെന്റ്, ഏതെങ്കിലും ഒരു എലമെന്റ് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്, ഏത് പീരീഡിലാണ് വരുന്നത് എന്ന് വളരെ ക്ലിയർ ആണ്. ഗ്രൂപ്പ് 18 നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഗ്രൂപ്പ് 18 ഈ എലമെന്റ്സ് ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ ആൻഡ് ഓർഗാനിസോൺ അവസാനം കണ്ടുപിടിച്ചത്, നെയിം ചെയ്തത്. അപ്പോ ഈ എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ ഒന്ന് മനസ്സിലാക്കുക. ഈ അറ്റോമിക് നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഏത് എലമെന്റ് ഏത് പീരീഡിൽ ഏത് ഗ്രൂപ്പിൽ എന്നുള്ളത് അറിയാൻ പറ്റും. ഇത് ഗ്രൂപ്പോ പീരീഡോ ഒന്നും ചോദിച്ചില്ല. നേരെ ചോദിച്ചിട്ടുള്ളത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. 43 ആണ്. 43 കഴിയുമ്പോൾ 36 കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. 1 2 3 4 ദാറ്റ് ഈസ് 5th പീരീഡിലാണ് ഈ എലമെന്റ്. 5th പീരീഡിൽ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? 5th പീരീഡിൽ എന്ന് പറയുമ്പോൾ 5s നിന്ന് തുടങ്ങണം. 36 ക്രിപ്റ്റോൺ കഴിഞ്ഞു. 5s നിന്ന് തുടങ്ങും. 5s എന്ന് പറയുമ്പോൾ s കംപ്ലീറ്റ് ഫില്ല് ചെയ്യും അല്ലെ. 5s2 വരും. അപ്പൊ 36 38ആയി. 43 43 പിന്നെ ഒരു 5 ഇലക്ട്രോൺസും കൂടിയേ ഉള്ളൂ അല്ലെ. 5 അറ്റോമിക് നമ്പർ ഡിഫറൻസേ ഉള്ളൂ. 43 ആണ്. നമുക്ക് 36 2 38ആയി. പിന്നെ 5 എലമെന്റ്സ്. ആ 5s കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺസ് എവിടെയാണോ ഓക്യുപ്പൈ ചെയ്യാം? 5s കഴിഞ്ഞു കഴിഞ്ഞാല് then the electron goes to 4d. ഉറപ്പല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഓഫ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ടേബിൾ ഒന്ന് വരച്ചു നോക്കുക കേട്ടോ. അപ്പൊ 5s കഴിഞ്ഞാൽ 4d. അപ്പൊ 5s കഴിഞ്ഞു 4d ഏത് വരും? പിന്നെ 5 എണ്ണേ ഉള്ളൂ. അപ്പൊ this is the electronic configuration. Out electronic configuration is 5s2 4d5. 5s2 4d5 ൽ ആകെ ഒറ്റ ഓപ്ഷനിലേ ഉള്ളൂ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 47 ഓപ്ഷൻ is C. It is a d block element ആണ്. Which belongs to എത്രാമത്തെ പീരീഡ് വരും? 5th പീരീഡിലാണ്. ക്ലിയർ ആണോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിക്കാറുണ്ട്. അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇതിന്റെ നോബൽ ഗ്യാസിന്റെ അറ്റോമിക് നമ്പറിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. What is the mass of water found when 1.6 gram of methane gas is completely burned in excess? Just as stoichiometric equation എഴുതുക. ഏതാണ് മീത്തേൻ? Methane is CH4 plus O2 gives carbon dioxide plus water. ബാലൻസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. ഒരു കാർബൺ 4 ഹൈഡ്രജൻ. അപ്പൊ ഇവിടെ എന്തെഴുതും? 2. അപ്പൊ 4 ഹൈഡ്രജൻ 2 2 4. അപ്പൊ 2O2. Now the equation is balanced. ഇത് വളരെ ക്ലിയർ ആണ്. 1 mole of methane ആണ്. 1 mole of methane എന്ന് പറയുമ്പോൾ it is equal to 16 gram. Completely what's the mass of water? 16 gram വരുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 16 gram gives 2 moles of water. 2 into 18 that is equal to 36 gram water വരുന്നുണ്ട് അല്ലേ. 16 gram of methane gives 36 gram of water. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എത്രയാ? അങ്ങനെയാണെങ്കിൽ 1.6 gram. വളരെ എളുപ്പമല്ലേ? 1.6 gram എന്ന് പറയുമ്പോൾ അതിന്റെ 10ൽ 1. ആൻസർ എന്ത് പറയും? 3.6 gram of water. 3.6 gram of water. Answer is option is D. Just a stoichiometric equation balance ചെയ്യുക. ജസ്റ്റ് ഒന്ന് നോക്കി കഴിയുമ്പോഴേക്കും ആൻസർ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. The number of angular and radial nodes. Number of radial nodes കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? Number of radial nodes is equal to n minus l minus 1. Number of radial nodes ന് മറ്റൊരു വാക്ക് കൂടിയുണ്ട്. It is also known as spherical nodes. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. Number of radial nodes is equal to n minus l minus 1. ഇനി number of angular nodes. Angular nodes എന്ന് പറയുന്നത് തന്നെയാണ് nodal plane. The plane where the probability of finding the electron is 0 is equal to n. n minus l minus 1. ഒരു 4d ആണ്. 4d എന്ന് പറയുമ്പോൾ 4d നോക്കാട്ടോ. n is equal to 4 ആണ്. If l is equal to 0 ആണെങ്കിൽ it is s, 1 ആണെങ്കിൽ it is p, 2 ആണെങ്കിൽ it is d, 3 ആണെങ്കിൽ it is f. ഇതൊന്നും ഓർത്തു വെക്കുക കേട്ടോ. l ന്റെ വാല്യൂസ് l is equal to 0 ആണെങ്കിൽ s ആണ്, 1 ആണെങ്കിൽ p, 2 ആണെങ്കിൽ d, 3 ആണെങ്കിൽ f.
അപ്പൊ 4D എന്ന് പറയുമ്പോൾ n is equal to 4. What is the value of L? L is equal to 2. അപ്പൊ എന്ത് വരും? 4 minus 2 minus 1. 4 minus 2 minus 1. 4 minus 3. Answer is equal to 1. Radial node 1 വരും. Number of angular nodes is equal to L. L ന്റെ വാല്യൂ എത്രയാ? L is equal to 2. Therefore answer is 1 and 2. 1 and 2. Number of ചോദിച്ചിരിക്കുന്ന number of radial nodes അല്ല, number of ചോദിച്ചു നോക്കൂ, number of angular nodes and radial nodes. ആദ്യം angular nodes പിന്നെ radial nodes. Therefore answer is 2 and 1. 2 and 1 are the correct option. That is option is A. ചിലപ്പോൾ 1 and 2 ചിലപ്പോൾ തെറ്റിക്കാൻ വേണ്ടി തരും കേട്ടോ, ശ്രദ്ധിക്കണം. ആദ്യം ചോദിച്ചിട്ടുള്ളത് എന്തിലേതായാലും തെറ്റിക്കാൻ വേണ്ടി വന്നിട്ടില്ല. ആംഗുലാർ നോട്ട്സും റേഡിയൽ നോട്ട്സ്. ആംഗുലാർ നോട്ട്സ് is equal to 2 and radial nodes is equal to 1. Option is A. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. Which of the following is ice has the smallest radius? Smallest radius. ഏറ്റവും കൂടുതൽ smallest cation വരിക. അത് നോക്കിയാൽ മതി. Isoelectronic species. Species having the same number of electrons ആണ്. എല്ലാത്തിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 10 ഇലക്ട്രോൺസ് ഉണ്ട്. All the species having 10 electrons. ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ചാർജ് ഏറ്റവും കൂടുക. ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുമ്പോൾ നോക്കിയാൽ ഇതിൽ 13 പ്രോട്ടോൺ അല്ലെ? ഏറ്റവും കൂടുതൽ ആറ്റം നമ്പർ ഏതാ? അലുമിനിയത്തിന്റെയാണ് 13. അപ്പൊ അലുമിനിയം which has got 13 protons and 10 ഇലക്ട്രോൺസ്. അവ ന്യൂക്ലിയർ ചാർജ് വളരെ കൂടുന്നു, ഇലക്ട്രോൺസിന്റെ കൂടുതൽ ശക്തമായിട്ട് പിടിച്ചു വലിക്കുന്നു. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ചാർജ് ഉള്ള, ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉള്ള അലുമിനിയം സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഐസ് ഇലക്ട്രോൺസിൽ ഏറ്റവും സ്മോളസ്റ്റ് റേഡിയസ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഈസ് ഇ. ഉറപ്പല്ലേ? ലാർജസ്റ്റ് റേഡിയസ് എന്ന് പറയുമ്പോൾ ആനിയോൺ നോക്കാം. ലാർജസ്റ്റ് റേഡിയസ് ഏറ്റവും കൂടുതൽ ചാർജ് ഉള്ള ആനിയോൺ ഏത് വരും? O2 മൈനസ്. O2 മൈനസ് ആണ് ലാർജസ്റ്റ് സൈസ് വരിക. ഏറ്റവും സ്മോളസ്റ്റ് സൈസ് വരുന്നത് അലുമിനിയം 3+. ഓപ്ഷൻ ഈസ് ഇ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. Which of the following molecule has highest dipole moment? സ്ഥിരം ചോദിക്കാറുള്ളതാണ്. കുറെ ക്വസ്റ്റ്യൻസ് കൂടുതൽ നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറും ചോദിക്കുന്നത്. വെറുതെ ഡൈപ്പോൾ വലിയ കാര്യമൊന്നും അറിയേണ്ടത്. മോളിക്യൂളിന്റെ ഷേപ്പ് നോക്കുക. നമുക്കറിയാം BF3 ഈസ് ട്രൈഗണൽ പ്ലാനാർ ആണ്. ട്രൈഗണൽ പ്ലാനാർ. എല്ലാ ബോണ്ട് ഡൈപോൾസും ക്യാൻസൽ ചെയ്യും. ഡൈപ്പോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു 0. BF2 again is linear shape ആണ്. ഡൈപ്പോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു 0. CCl4 ന്റെ ഷേപ്പ് എന്താ? ടെട്രാഹീഡ്രൽ ആണ്. എല്ലാ ബോണ്ട് ഡൈപോൾസും ക്യാൻസൽ ചെയ്യും. Therefore all these molecules the dipole moment is equal to 0 ആണ്. പിന്നെ ആദ്യത്തെ സംശയമുള്ളൂ NF3 and NH3. ഏതിനായിരിക്കും ഏറ്റവും ഹൈയസ്റ്റ് ഡൈപോൾ മൊമെന്റ്? ഉറപ്പായിട്ടും അമോണിയ മോളിക്യൂൾ അല്ലേ? അമോണിയ. the shape is pyramidal. ഇതിന്റെ ബോണ്ട് ഡൈപോൾ ഇവൻ ഇങ്ങോട്ട് വലിക്കും, ഇവൻ ഇങ്ങോട്ട് വലിക്കും, ഇവൻ ഇങ്ങോട്ട് വലിക്കും അല്ലെ? ബോണ്ട് ഡൈപോൾ നൈട്രജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. നൈട്രജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പൊ ബോണ്ട് ഡൈപോൾ ഈ ഡയറക്ഷനിലേക്കാണ്. ഇതിന്റെ ബോണ്ട് ഡൈപോൾ ഈ ഡയറക്ഷൻ. ഓർബിറ്റലിന്റെ ബോണ്ട് ഡൈപോൾ ഈ ഡയറക്ഷനിലാണ്. Therefore this bond dipole around 1.47 dBi ആണ്. ആ സ്ഥാനത്ത് ഇതിന് പകരം അമോണിയക്ക് പകരം NF3 വരികയാണെങ്കിൽ NF3 ആണ് പിന്നെ ഒരു ഓപ്ഷൻസ് ഉള്ളത്. NF3 നോക്കിയാൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. സെയിം ഷേപ്പ് ആണ്. സെയിം ഷേപ്പ് പിരമിഡൽ ഷേപ്പ് ആണ്. sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഫ്ലൂറിനാണോ നൈട്രജൻ ആണോ മോർ ഇലക്ട്രോനെഗറ്റീവ്? ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. ഇവൻ ഇങ്ങോട്ട് പിടിച്ചു വലിക്കും, ഇവൻ ഇങ്ങോട്ട് പിടിച്ചു വലിക്കും, ഇവൻ ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. അപ്പൊ ബോണ്ട് ഡൈപോൾസ് എല്ലാം അടിയിലേക്ക് പിടിച്ചു വലിക്കുക. ഓർബിറ്റൽ ഡൈപോൾ ഇങ്ങോട്ട് മേലെ പിടിച്ചു വലിക്കുക. Therefore dipole moment വളരെ കുറയും. It is around dipole moment is around 0.24 dBi വരും. മറ്റേത് 1.47 dBi വരുമ്പോൾ NF3 യുടെ മാഗ്നറ്റിക് മൊമെന്റ് വളരെ കുറവാണ്. Which one of the highest dipole moment? ആൻസർ വരിക ഓപ്ഷൻ ഈസ് എ. കണ്ണടച്ച് പറയാവുന്നതേ ഉള്ളൂ അല്ലെ? ഓപ്ഷൻ ഈസ് എ. അപ്പൊ മോളിക്യൂൾസിന്റെ ഷേപ്പിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവുക, പോളാർ നേച്ചറിനെ കുറിച്ച്, ഡൈപോൾ മൊമെന്റിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. Which of the following aqueous mixture is a buffer solution? Buffer രണ്ട് ടൈപ്പ് ഓഫ് ബഫർ ഉണ്ട്. acidic buffer ഉണ്ട്, basic buffer ഉണ്ട്. acidic buffer and basic buffer. Acidic buffer എന്ന് പറയുമ്പോൾ a weak acid and its salt. Weak acid and its salt with a strong base. With a strong base. ഇതാണ് ഒരു acidic buffer. Basic buffer എന്ന് പറയുമ്പോൾ ഒരു weak base.
weak base and its salt with a strong acid. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോ തന്നെ ആസിഡിക് ബഫർ ആണോ എന്നുള്ളത് വീക്ക് ആസിഡോ വീക്ക് ബേസ് ഉണ്ടോ നോക്കാം. ഇതൊരു വീക്ക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്ട്രോങ് ആസിഡ് ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ ബിയും അല്ല, അവസാനത്തെ ഓപ്ഷൻ ഇയും അല്ല. അതൊരു വീക്ക് ആസിഡ് ഏതാണ്? അസിറ്റിക് ആസിഡിന്റെ അസിറ്റിക് ആസിഡ് ഇസ് എ വീക്ക് ആസിഡ്. അപ്പോൾ വീക്ക് ആസിഡ്. ഇനി അതിന്റെ സോൾട്ട് പറഞ്ഞാൽ അസിറ്റേറ്റ് വരുന്ന ഒറ്റ ഓപ്ഷനിലുള്ളൂ, സോഡിയം അസിറ്റേറ്റ്. മറ്റേത് സോഡിയം ക്ലോറൈഡ് ആണ്, മറ്റേത് അമോണിയം ക്ലോറൈഡ് ആണ്. അതെങ്ങനെയാണ് അതിന്റെ സോൾട്ട് ആവുക? Therefore, weak acid and its salt, answer is acetic acid and sodium acetate, CH3COONA. Option is D is the correct option. Example of basic weak base നോക്കുക. Ammonium hydroxide is a weak base. അതിന്റെ salt with a strong acid, ആസിഡിന്റെ salt, that is ammonium chloride അല്ലെങ്കിൽ ammonium sulfate, അതൊരു basic buffer ആണ്. Acidic buffer എന്ന് പറഞ്ഞാൽ pH is less than 7, basic buffer എന്ന് പറഞ്ഞാൽ pH is greater than 7. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. Here the option is D. Clear അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. The observed molecular weight of 1:1 strong electrolyte. എന്താണ് 1:1 strong? 1:1 എന്ന് പറയുമ്പോൾ say sodium chloride ionizes as Na plus and Cl minus. The charge of cation anion same ആണ്, +1 ആണ് -1 ആണ്. ഇതിനെയാണ് പറയാ 1:1 electrolyte. Potassium chloride is an example of 1:1 electrolyte. ആ സ്ഥാനത്ത് ബേരിയം ക്ലോറൈഡ് എടുത്ത് നോക്കിയാൽ barium chloride ionizes as Ba2 plus and 2Cl minus. Charge of cation എത്രയാ? 2. Charge of anion എത്രയാ? 1. Therefore we call it as a 2:1 electrolyte. ഇനി magnesium sulfate എടുത്ത് നോക്കിയാൽ NgSO4 which ionizes as Mg2 plus and SO4 2 minus. ഇവിടെ charge of cation is 2, charge of anion is 2. Therefore we call it as a 2:2 electrolyte. 1:1, 2:1, 2:2 electrolytes. ഇത് 1:1 strong electrolyte ആണ്, such as sodium chloride അല്ലെങ്കിൽ potassium chloride. 1:1 electrolyte കംപ്ലീറ്റ്ലി അയോണൈസ് ചെയ്യുന്നു, അങ്ങനെയാണ് 2 അയോൺസ് കിട്ടുന്നു അല്ലേ? അതിന്റെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അതിന്റെ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ് എന്നിട്ട് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഈസ് തിയററ്റിക്കൽ മോളിക്കുലർ വെയിറ്റ് എന്നിട്ട് the percentage of dissociation. How to calculate the percent? The degree of dissociation alpha is equal to I minus 1 divided by In minus 1. Where I എന്താണ്? I is a Van Hoff factor. N is the total number of moles after dissociation. Sodium 1:1 എന്ന് പറയുമ്പോൾ N ന്റെ വാല്യൂ എത്രയായിരിക്കും? N ന്റെ വാല്യൂ is equal to 2. അല്ലെ? Total number of moles after dissociation. 1:1 electron. N is equal to 2. ആൽഫ ആണ്. I കണ്ടുപിടിക്കണം. I കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? I the observed molecular weight എന്നുണ്ട്, theoretical molecular weight. I കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? Observed molecular mass, observed molecular weight divided by theoretical or calculated theoretical molecular weight. Theoretical molecular weight. Observed molecular weight എത്രയാണ് വന്നിട്ടുള്ളത്? Observed molecular weight is 117 divided by theoretical എത്രയാണ് വന്നിട്ടുള്ളത്? 60. അപ്പൊ എത്ര വരും? ഐയുടെ ഫാക്ടർ 117 divided by 60 എന്ന് പറയുമ്പോൾ 1.95 ആണ് വരിക കേട്ടോ. 1.95. അപ്പൊ ഐയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? ആൽഫ ഇസ് ഈക്വൽ ടു 1.95 minus 1 divided by total number of moles of 1:1 electrolyte ആണ്. N ന്റെ വാല്യൂ എത്ര വരും? 2 minus 1. Answer is equal to 0.95. The degree of dissociation is equal to 0.95. What is the percentage of dissociation എന്ന് പറയുമ്പോൾ into 100? Answer will be 95%. Option is B. Option is B. Clear അല്ലേ? The degree of dissociation ചില കേസിൽ ചിലപ്പോൾ degree of association ചോദിക്കാം. Degree of association ചോദിക്കുകയാണെങ്കിൽ നേരെ തിരിച്ച് ആൽഫ is equal to 1 minus I divided by 1 minus 1 by n എന്ന ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യാം. ഇവിടെ നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ.
thermal decomposition of a complex follows first order kinetics. Initial concentration തന്നിട്ടുണ്ട്. First order initial concentration is 2 moles ആണ്. 2 moles തന്നിട്ടുണ്ട്. Decreased to 0.125 ഒരു മണിക്കൂറിൽ 0.125 ആയി. ചോദിച്ചിരിക്കുന്നത് what is the half life period? First order reaction ആണ്. First order thermal decomposition ആണ്. അതായത് ഒരു എത്ര എടുത്തിട്ടുള്ളത് 2 moles ഉണ്ട്. 2 mole എടുത്തു കഴിഞ്ഞാൽ അത് 1 mole ആക്കണതിനാണ് ഹാഫ് ലൈഫ് പീരീഡ്. 1 പിന്നെ എന്ത് വരും? ഹാഫ് ആവാം അല്ലെ? ആ ഹാഫ് എന്താവാം? 1/4 ആവാം. 1/4 എത്രയാവും? 1/8. 1/8 എന്ന് പറയുന്നതാണ് 0.125 മോൾ അല്ലെ? ക്ലിയർ അല്ലേ? ഒരു ആദ്യം 2 മോൾ ഉണ്ടായിരുന്നു, അത് 0.125 ആയി. is decreased in ഇത് ടോട്ടൽ ടൈം ആണ് എത്ര എടുത്തുള്ളത്? this decreased in 1 hour which is equal to 60 minutes. okay, 1 2 3 4 4 ഹാഫ് ലൈഫ് പീരീഡ് ഉള്ളത്. ടോട്ടൽ ടൈം ഈ 60 മിനിറ്റ്സ് ആണ്. അപ്പൊ ഇതെന്താണ്? ആദ്യത്തേന് ഒരു 15 മിനിറ്റ് വേണം, പിന്നെ 1ന് പകുതിയാവും, പിന്നെയും ഒരു 15 മിനിറ്റ്, 1/2 1/4 ആവാൻ ഒരു 15 മിനിറ്റ്, 1/4 1/8 ആവാൻ ഒരു 15 മിനിറ്റ്. ക്ലിയർ അല്ലേ? പിന്നെ അല്ലാതെ ഈ log 2 ഇക്വേഷൻ k is equal to 2.303 അല്ലെങ്കിൽ k കണ്ടുപിടിക്കുക, t half കണ്ടുപിടിക്കുക ചെയ്യേണ്ട കാര്യമുണ്ടോ? k is equal to 2.303 into log a0/a എന്നിട്ട് അത് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ കെയുടെ പേര് ടി ഹാഫിൽ കൊടുക്കുക. അതിനൊന്നും ചെയ്യാൻ നിൽക്കില്ല. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. 2 1 ആയി, 1 ഹാഫ് ആയി, ഹാഫ് 1/4 ആയി, 1/8 ആയി. അതിന്റെ ടോട്ടൽ ടൈം 60 മിനിറ്റ് ഉണ്ട്. അപ്പൊ 4 ഹാഫ് ലൈഫ് പീരീഡ് ആണ്. 60 divided by 4. ആൻസർ ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ 15 minutes. ഓപ്ഷൻ എ 15 minutes. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. Some enzyme catalyzed reaction which occur at metal surface. Which occurs at the metal surface. Enzyme catalyzed reactions are all zero order reactions. They are all zero order reactions. Option is E. Enzyme catalyzed reactions which occurs at the metal surface. They are all zero order. അടുത്ത question. The sum of the oxidation numbers of all the carbon and oxidation atoms in carbonate ion. CO കാർബണേറ്റ് അയോൺ എന്ന് പറയുമ്പോൾ CO3 2- വേറെ പ്രത്യേകിച്ച് ഒന്നുമല്ല മക്കളെ ചോദിച്ചിട്ടുള്ളത്. സം ഓഫ് ദ ഓക്സിഡേഷൻ നമ്പർ, ദ സം ഓഫ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഓക്സിഡേഷൻ നമ്പർ എന്തിനോട് ഈക്വൽ ആണ്? ഈസ് ഈക്വൽ ടു ദ ചാർജ് ഓഫ് ദി അയോൺ. ചാർജ് ഓഫ് അയോൺ. വേറെ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. CO3 2- ആണ് കാർബണേറ്റ് അയോൺ, അതിന്റെ ചാർജ് 2-. therefore answer is -2. option is C. CO3 2-. The sum of the oxidation state. Neutral ആണെങ്കിൽ sum of the oxidation state is equal to 0. It is a carbonate ion ആണ്, 2- ആണ്. Therefore the sum of the oxidation state is -2. Option is C. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. In which of the following increase in pressure shift the equilibrium in the forward direction? ഓർത്ത് വയ്ക്കാണ്ട് ഈ ഒരൊറ്റ സെന്റൻസ് മാത്രം ഓർത്ത് വയ്ക്കുക. And increase in pressure will shift the equilibrium. Will shift the equilibrium in the direction. Will shift the equilibrium in the direction. In the direction where there is lesser gaseous number of moles. ഇത് ഓർത്ത് വെക്കേണ്ട. അതിൽ ഈ ചെല്ലിയസ് പ്രിൻസിപ്പിൾ സ്ഥിരം പരീക്ഷയ്ക്ക് വരാറുള്ളതാണ്. ഒന്ന് ടെമ്പറേച്ചർ ചോദിക്കും, അല്ലെങ്കിൽ പ്രഷർ ചോദിക്കും. പ്രഷർ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക, അല്ലെങ്കിൽ പ്രഷർ ഈ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ഏത് ഡയറക്ഷനിൽ ഷിഫ്റ്റ് ചെയ്യും? ഇൻ ദ ഡയറക്ഷൻ വേർ ദർ ഈസ് ലെസ്സർ ഗേഷ്യസ് നമ്പർ ഓഫ് മോൾസ്. എവിടെയാണോ ഗേഷ്യസ് നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത് ആ ഡയറക്ഷനിലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. വിച്ച് ഓഫ് ഫോളോയിങ് ദ പ്രഷർ ഷിഫ്റ്റ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ വരണം. അവ ലെസ്സർ ഗേഷ്യസ് നമ്പർ ഓഫ് മോൾസ് ഉള്ള എവിടെയാണെന്ന് നോക്കിയാൽ ഇവിടെ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, റിയാക്ടൻസ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഗേഷ്യസ് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്താലും കൊള്ളാം, ഡിക്രീസ് ചെയ്താലും കൊള്ളാം, there will be no effect. അപ്പൊ ആദ്യത്തേതിൽ നോ ഇഫക്റ്റ് ആണ്. ഇവിടെ നോക്കിയാൽ 1 2 in the direction അപ്പൊ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കാണ് പോവുക. രണ്ടാമത്തേൽ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കാണ് പോവുക. മൂന്നാമത്തെ നോക്കിയാൽ again സെയിം നമ്പർ ഓഫ് മോൾസ് ആണ്, നോ ഇഫക്റ്റ്. നാലാമത്തെ നോക്കിയാൽ ഇവിടെ നാലാമത്തെ ഓപ്ഷൻ ഡിയില്
റിയാക്ടൻസ് സൈഡിൽ എത്രയുണ്ട്? റിയാക്ടൻസ് സൈഡിൽ 4 മോൾസ് ഉണ്ട് അല്ലെ? റിയാക്ടൻസ് സൈഡിൽ 4 മോൾസ് ഉണ്ട്. അത് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ പ്രൊഡക്റ്റ് സൈഡിൽ എത്രയുണ്ട്? പ്രൊഡക്റ്റ് സൈഡിൽ ആകെ 2 മോൾസേ ഉള്ളൂ. ടോട്ടൽ നമ്പർ കേട്ടോ, ഗ്യാസ് മാത്രം നോക്കണം. പ്രൊഡക്റ്റ് സൈഡിൽ 2 മോൾസേ ഉള്ളൂ, റിയാക്ടൻസ് സൈഡിൽ 4 മോൾസ് ഉണ്ട്. ആൻഡ് ഇൻക്രീസ് ഇൻ പ്രഷർ will shift the equilibrium in the direction where there is lesser gaseous number of moles. 2 moles ഉള്ളതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. Therefore correct option is D. Correct option is D. ക്ലിയർ ആണോ? ഇനി ടെമ്പറേച്ചർ ചോദിച്ചെങ്കിൽ നമ്മൾ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ തരും കേട്ടോ. എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ ചോദിക്കും. ടെമ്പറേച്ചർ ഈ ഒരു വാക്ക് ആ കൂടി ഒന്ന് കേൾക്കുക, ശ്രദ്ധിക്കുക. ആൻഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ will shift the equilibrium in the endothermic direction. എൻഡോതെർമിക് ഡയറക്ഷൻ ഏതാണെന്ന് നോക്കുക. ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ നോക്കുക. അത് ഡെൽറ്റ എച്ചിന്റെ വാല്യൂയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ടെമ്പറേച്ചർ ഇൻക്രീസ് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം എൻഡോതെർമിക് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് എത്തിലീൻ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ തന്നുണ്ട് അല്ലെ? എൻതാൽപ്പി ഓഫ് ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ കോൺസ്റ്റന്റ് വോളിയം ആണെന്നുള്ളത്. കമ്പഷൻ ഓഫ് എത്തിലീൻ, എത്തിലീൻ എന്ന് പറയുന്നത് ഏതാ? C2H4 ആണ് എത്തിലീൻ, C2H4 ഗ്യാസ്. കമ്പസ്റ്റ് എന്ന് പറയുമ്പോൾ ബേൺസ് ഇൻ ഓക്സിജൻ. ഏതൊരു ഹൈഡ്രോ കാർബണും ഓക്സിജനിൽ ബേൺ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഏതാ കിട്ടുക? പ്രൊഡക്റ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും. ഉറപ്പല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ 300 കെൽവിനേ ഉള്ളൂ. ഓർത്ത് വെക്കാതെ ഈ ഇക്വേഷൻ എഴുതുമ്പോൾ എത്തിലീൻ ഗ്യാസ് ആണ്, ഓക്സിജൻ ഗ്യാസ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്, വാട്ടർ ഈസ് ഇൻ ലിക്വിഡ് ഫോം ആണ് കേട്ടോ. ശ്രദ്ധിച്ചോളൂ. 300 കെൽവിനേ ഉള്ളൂ. സാധാരണ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. 2 കാർബൺ ശരിയല്ലേ? ഹൈഡ്രജൻ 4 വരും. അപ്പൊ ഇവിടെ 2 എഴുതാം. അപ്പൊ 2 2 4 5 6. ഓക്സിജൻ എത്ര വരണം? 3 മോൾസ് വരാം. Now the equation is balanced. നമുക്ക് എൻതാൽപ്പി ഓഫ് കോൺസ്റ്റന്റ് പ്രഷർ, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എച്ച് തന്നുണ്ട് അല്ലെ? എൻതാൽപ്പി ഓഫ് കോൺസ്റ്റന്റ് പ്രഷർ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത്? -1410 കിലോ ജൂൾസ് എന്നുണ്ട്. ചോദ്യം എന്താണ്? എൻതാൽപ്പി ചേഞ്ച് ഫോർ റിയാക്ഷൻ കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ യു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. അപ്പൊ നമുക്ക് ആകെ അറിയേണ്ടത് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എൻ. എന്താണ് ഡെൽറ്റ എൻ? ഡെൽറ്റ എൻ ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട്സ് മൈനസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ്. ഓർത്ത് വയ്ക്കേണ്ട, ഗേഷ്യസ് സ്റ്റേറ്റിലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട്സ്, അതിൽ നിന്ന് റിയാക്ടൻസ് സൈഡിലെ ഗേഷ്യസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഒന്ന് മൈനസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഡെൽറ്റ എന്നിന്റെ വാല്യൂ നോക്കുക. ഇക്വേഷൻ ആണ്, വെൽ ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എൻ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട്സ് എത്ര വരും? ഇവിടെ ലിക്വിഡ് അത് കൂട്ടരുത് കേട്ടോ. 2 മോൾസ് ഓഫ് വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ 2 മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻ ദ റിയാക്ടന്റ് സൈഡ് 3 + 1 4. Therefore it is equal to -2. -2 ആണ്. ഇനി ആ ഇക്വേഷൻ കൊടുക്കുക. ഡെൽറ്റ എച്ച് എത്രയാണ്? -1410 is equal to ഡെൽറ്റ യു minus 2 into R ന്റെ വാല്യൂ ഒന്നുണ്ട് അല്ലെ? 8.3 minus 8.3 ജൂൾസ് ആണ്. നമുക്ക് കിട്ടിയത് വാല്യൂ കിലോ ജൂൾസ് ആണ്. അപ്പൊ 8.3 ജൂൾസ് ആണ് ഡിവൈഡഡ് ബൈ 1000. തെറ്റിക്കരുത്, ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു ഇന്ത്യയിലുള്ള ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് 300 കെൽവിൻ. 300 കെൽവിൻ അല്ലെ? ഈ ഇക്വേഷൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ 3 into 2 6. 8.3 into 6 വരും അല്ലെ? 8.3 അല്ല, ഇനി ഡിവൈഡ് ബൈ 10 ഉണ്ട്. അപ്പൊ 8.3 into 0.6 വരെ. 3 into 2 6 divided by 10 into 0.6. ശരിയല്ലേ? 6 3 is 18. Balance 1 is 48 49 4.98 അല്ലെ? It is approximately equal to 5 വരും അല്ലെ? It is approximately equal to 5. ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? 2 into 8.3 into 3.10 അപ്പൊ 0.38 3 divided by 10. അപ്പൊ 0.3 into 2 is 0.6. 8.3 into 0.6 is approximately 5. അപ്പൊ എന്ത് വരും? -1410 is equal to delta U
-5 വരും. Therefore, what is delta U? Delta U എന്ത് വരും? ഡെൽറ്റ യു രൂപപ്പെടുത്തിക്കുന്നു -1410 + 5 കിട്ടിയല്ലോ. -1410 + 5 ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഈസ് എ, -1405 kilojoules. Which one of the following equilibrium Kp is equal to Kc? Kp Kc സെയിം ആവാം. Kp Kc എന്നുള്ള ഇക്വേഷൻ ആണ്. Kp is equal to Kc into RT raised to delta n. For which one of the following equilibrium Kp is equal to Kc? Kp യും Kc യും സെയിം ആവണം. Kp യും Kc യും സെയിം ആവണമെങ്കിൽ if delta n is equal to 0, delta n 0 ആണെങ്കിൽ എന്ത് വരും? Kp is equal to Kc into RT raised to 0. Anything raised to 0 is 1. Therefore, Kp is equal to Kc. Anything raised to Kp is equal to Kc വരും. അപ്പൊ Kp is equal to Kc, ഡെൽറ്റ n 0 ആണ്. നോക്കി ഇവിടെ ഡെൽറ്റ 3 1 4 2 ആയിട്ട് വരുമോ? ഒരിക്കലും വരില്ല. നോക്കി 2 1 3, ഇവിടെ 3 2 2 3 അതും സെയിം അല്ല. ഇവിടെ 1 ഇവിടെ 2 സെയിം ആവോ? ഇവിടെ 1 ഇവിടെ 2 സെയിം ആവോ? ഓപ്ഷൻ ഈസ് ഏത് വരും? ഓപ്ഷൻ ഈസ് ഇ, where delta n is equal to 0. Number of moles of gaseous reactants എത്ര വരും? 2 വരും. Number of moles of gaseous products എന്ത് വരും? സെയിം വരും. Therefore, here the delta n is equal. ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. Kp യും Kc യും നമ്മൾ റിലേഷൻ പഠിക്കുന്നതല്ലാണ്. Kp is equal to Kc into RT raised to delta n, where delta n is the number of moles of products minus reactants in the gaseous state. അടുത്ത ക്വസ്റ്റ്യൻ നീങ്ങട്ടെ. For which of the following molecule resonance structures are necessary to describe the bonding satisfactorily? പ്രത്യേകിച്ച് ഒന്നുമില്ല മക്കളെ. ഈ ചോദ്യം റെസണൻസ് ഉള്ള മോളിക്യൂൾ ഏതാണ്? ഇതിലാകെ റെസണൻസ് ഉള്ള മോളിക്യൂൾ ഓസോൺ മോളിക്യൂളിലാണ് റെസണൻസ് പഠിച്ചത് അല്ലേ? ഓസോൺ മോളിക്യൂൾ. ദിസ് ഇസ് ദ റെസണൻസ് സ്ട്രക്ചർ 1. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ആണ് റെസണൻസ് സ്ട്രക്ചർ. ഈസ് റെസണേറ്റിംഗ് സ്ട്രക്ചർ. അടുത്ത റെസണേറ്റിംഗ് സ്ട്രക്ചർ ബോണ്ട് അപ്പുറത്തേക്കും കൂടി മാറ്റി വരയ്ക്കുക, വേറെ ഒന്നുമില്ല. ഇപ്പുറത്തെ ഡബിൾ ബോണ്ട് വരയ്ക്കുക, കാര്യം കഴിഞ്ഞു. This is the resonating structure 1 and this is the resonating structure 2. ഇത് രണ്ടും resonating structures of 1. ഇതിൽ ഏതാണ് actually exists? രണ്ട് resonating structures do not actually exist. The actual structure exists is a resonance hybrid ആണ് അല്ലേ? അതുകൊണ്ട് resonance hybrid നമ്മൾ ഇങ്ങനെ വരയ്ക്കും. Both the oxygen bond length are equal. This is the resonance hybrid. അപ്പൊ ചോദ്യം എന്താണ്? Which of the four resonance structures are necessary to describe the bonding satisfactorily? ഇത് ഡബിൾ ബോണ്ട് ആണോ എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് ആണോ? അതിന്റെ ഡബിൾ ബോണ്ട് ലെങ്ത് ആണോ? അല്ല. സിംഗിൾ ബോണ്ട് ലെങ്ത് ആണോ? അല്ല. ബോത്ത് ദ ബോണ്ട് ലെങ്ത് ഇൻ ഓസോണിന് രണ്ട് ബോണ്ട് ലെങ്തും സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ലെങ്ത് അല്ല. ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഓഫ് സിംഗിൾ ബോണ്ട് ആൻഡ് ഡബിൾ ബോണ്ട്, ദാറ്റ് ഈസ് റെസൊണൻസ് ആക്ച്വലി എക്സ്പ്ലെയിൻസ് ദിസ് ബോണ്ടിങ് ആയിട്ടുള്ള ഫാക്ടർ വളരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ റെസൊണൻസ് ഹൈബ്രിഡ് ആണ്. ബാക്കി ബോറോൺ ട്രൈഫ്ലൂറൈഡ് റെസൊണൻസ് ഉണ്ടോ? റെസൊണൻസ് എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. വാട്ടർ മോളിക്യൂൾ അല്ലേ? വാട്ടർ മോളിക്യൂൾ എല്ലാം രണ്ട് ബോണ്ടും സിംഗിൾ ബോണ്ട് ആണ്. എവിടെയാണ് റെസൊണൻസ് ഉള്ളത്? വാട്ടർ മോളിക്യൂൾ. അസിറ്റീൻ CH triple bond CH. Phosphorus trichloride PCl5 which has got a trigonal bipyramidal structure. എവിടെയാണ് റെസൊണൻസ് ഉള്ളത്? ഒന്നിനും റെസൊണൻസ് ഇല്ല. ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാ, ഏത് തന്നിരിക്കുന്ന മോളിക്യൂളിൽ ഏതാണ് റെസൊണൻസ്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആൻസർ ഈസ് ഓപ്ഷൻ ഈസ് എ. ആൻസർ ഈസ് ഓസോൺ. അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. ഇനി ഒട്ടനവധി വീഡിയോസ് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇടുന്നുണ്ട്. പഴയ ക്വസ്റ്റ്യൻസ് എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത 15 ക്വസ്റ്റ്യൻ കെമിസ്ട്രിയുടെ 15 ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. സീ യു ലേറ്റർ.